നമ്മൾ ഇന്നിവിടെ ഫ്ലവർ ബോട്ടാസാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ റൗണ്ട് വരച്ച് അതിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് 4 സൈഡിൽ നിന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിൽ നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു സൈഡിൽ നിന്ന് എടുത്തു, ഫസ്റ്റ് 1 വരച്ചിരിക്കുന്ന അവിടെ തന്നെ എടുത്ത് അവിടെ തന്നെ നമ്മളൊരു ലോക്ക് സ്റ്റിച്ച് എടുക്കണം. ലോക്ക് സ്റ്റിച്ച് എടുക്കുക. ലോക്ക് സ്റ്റിച്ച് എടുത്തു. അതിന് ശേഷം നമ്മൾ സെൻറ്ററിലോട്ട് കൊണ്ടുവരിക. സെൻറ്ററിലോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് സീക്വൻസ്, പിന്നെ ഒരു 2 കട്ട് ബീഡ്, കൂടുതൽ വേണ്ട, 2 കട്ട് ബീഡ് ഇടുക. കട്ട് ബീഡ് ഇട്ടതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ ഇങ്ങനെ ഇവിടെ സെൻറ്ററിലായിട്ട് കുത്തുക. കുറച്ച് അകത്തോട്ട് കുത്തണം. കുത്തി അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് എടുക്കുക. ലോക്ക് സ്റ്റിച്ച് എടുത്തു. വീണ്ടും നേരെയാണ് പോകേണ്ടത്. നേരെ പോവുക. അവിടെ കുത്തുക. അവിടെ കുത്തി നമ്മളൊരു ലോക്ക് സ്റ്റിച്ച് എടുക്കുക. ലോക്ക് സ്റ്റിച്ച് എടുത്തു. നേരെ പിന്നെ റിവേഴ്സാണ് വരേണ്ടത്. അപ്പോൾ റിവേഴ്സ് വരുമ്പോൾ ഒരു സീക്വൻസ്, 2 കട്ട് ബീഡ് ഇടുക. അതിന് ശേഷം സെൻറ്ററിൽ കുത്തുക. സെൻറ്ററിൽ കുത്തി ഒരു ലോക്ക് സ്റ്റിച്ച് എടുക്കുക. എല്ലാം സെൻറ്ററിലോട്ടാണ് കണക്ഷൻ വരുന്നത്. അതിന് ശേഷം നമ്മൾ പോകേണ്ടത് സൈഡിലോട്ടാണ്. ഇങ്ങോട്ട് അവിടെ ഒരു ചെയിൻ ഇടുക. ലോക്ക് ഇട്ടു. അതിന് ശേഷം അവിടെ ഒരു സീക്വൻസ് കട്ട് ബീഡ് ഇട്ട് കൊടുത്തു. കട്ട് ബീഡ് ഇട്ട് കൊടുത്ത് നമ്മളൊരു ലോക്ക് സ്റ്റിച്ച് എടുത്തു. ലോക്ക് സ്റ്റിച്ച് എടുത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ക്രോസ് ആയിട്ട് വരിക. ക്രോസ് ആയിട്ട് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ലോക്ക് സ്റ്റിച്ച് എടുത്തു. ലോക്ക് സ്റ്റിച്ച് എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത സീക്വൻസും ഇതിലിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഓരോ സൈഡിൽ നിന്ന് പോകുമ്പോഴും ഇങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ വരിക. ഒരു സൈഡിൽ നിന്ന് എടുത്ത് അടുത്ത സൈഡിലോട്ട് പോകും. ഇനി നേരെ ഓപ്പോസിറ്റ് റിവേഴ്സ് വന്ന് ലോക്ക് എടുത്തു. ഇനി അടുത്തത് പോകേണ്ടത് നമുക്ക് എങ്ങോട്ടാണ്? ഈ 2 ബീഡിൻ്റെ പത്തേ സൈഡിലോട്ട്. ഇതുപോലെ ഇങ്ങോട്ട് പോവുക. പോയതിന് ശേഷം അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് എടുക്കുക. ലോക്ക് സ്റ്റിച്ച് എടുത്ത് വീണ്ടും ഒരു ലോക്ക് എടുക്കുക. അതായത് ആദ്യം ഒരു ചെയിൻ എടുക്കുക. ചെയിൻ എടുത്തതിന് ശേഷം ഒരു ലോക്ക് സ്റ്റിച്ച് എടുക്കുക. വീണ്ടും ലോക്ക് സ്റ്റിച്ച് എടുത്ത് നമ്മൾ വീണ്ടും റിവേഴ്സ് വരിക അല്ലേ. റിവേഴ്സിന് ഒരു സീക്വൻസും ഒരു ബീഡ്സും ഇടുക. അതിന് ശേഷം വീണ്ടും സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് കൊടുത്ത് ഒരു ലോക്ക് സ്റ്റിച്ച് എടുക്കുക. ഒരു ലോക്ക് സ്റ്റിച്ച് ഇടുക. ലോക്ക് സ്റ്റിച്ച് എടുത്തു. വീണ്ടും എങ്ങോട്ടാണ് കൊണ്ടേ? അതായത് 2 എണ്ണത്തിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് പോവുക. അവിടെ നമ്മളൊരു ചെയിന്, ലോക്ക്, തന്നെ കുത്തണം. നമ്മൾ സെൻറ്ററിലാണ് ബേസ് ഇട്ട് ലോക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു ലോക്ക് സ്റ്റിച്ച് എടുത്തു. ലോക്ക് സ്റ്റിച്ച് എടുത്തതിന് ശേഷം ഒരു ബീഡ് ഇടുക. ബീഡ് ഇട്ട് കൊടുത്ത് അവിടെ തന്നെ നമ്മളൊരു സ്റ്റിച്ച് എടുത്തു. സ്റ്റിച്ച് എടുത്തതിന് ശേഷം നമ്മൾ അതിന് ലോക്ക് എടുക്കുക.